മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ ക്ലയൻറ്റിൻ്റെ പ്രത്യേകത എന്താ? എപ്പോഴും നമ്മളെടുത്ത് ആവശ്യം വരുമ്പോഴൊക്കെ അവന് ഒരു നോട്ടിഫിക്കേഷനോ അതല്ലെങ്കിൽ ഒരു ആഡോ ഒന്നും വേണ്ട. ആവശ്യം വരുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് അവൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കയറി ക്ലയൻ്റായിട്ട് മാറും. ക്ലിയർ ആണോ? അതിനുശേഷമാണ് നമ്മുടെ കസ്റ്റമർ ഒരു അഡ്വക്കേറ്റ് ആവുന്നത്. എന്താണ് അഡ്വക്കേറ്റ്? ഞാൻ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങി എൻ്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എൻ്റെ ബന്ധപ്പെട്ടവരോട്, മോനെ ആ ഇന്ന സ്ഥലത്ത് ഞാൻ വാങ്ങുന്നതാണ്, അവിടെ നല്ല സർവീസാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, അവിടെ നിന്ന് വാങ്ങിക്കൊള്ളണേ. ദാറ്റ് ഈസ് അഡ്വക്കേറ്റ്. നിങ്ങളെ പ്രൊഡക്റ്റോ സർവീസോ നിങ്ങളുടെ ക്ലയൻറ്റ് പരിചയപ്പെടുത്തുന്നു, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു, പറഞ്ഞയക്കുന്നു. ദാറ്റ് ഈസ് അഡ്വക്കേറ്റ്. പിന്നെ വരുന്നതാണ് മെമ്പർഷിപ്പ്. മെമ്പറാവും. നമ്മുടെ ഒരു പ്രീമിയം ക്ലബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്പറാക്കി മാറ്റണം. ആ മെമ്പറാക്കി മാറ്റാൻ വെറുതെ പോരാ, അതിനുള്ള ഒരു ബെനിഫിറ്റ്, വർഷത്തിലൊരിക്കൽ ഇന്ന എത്ര ഡിസ്കൗണ്ടുകളോ അല്ലെങ്കിൽ പ്രത്യേക കെയർ അതൊക്കെ പറഞ്ഞ് മെമ്പർഷിപ്പ് കൊടുക്കണം. അതാണ് അടുത്ത സ്റ്റേജ്. അത് കഴിഞ്ഞിട്ടോ അടുത്ത കസ്റ്റമറിൻ്റെ സ്റ്റെപ്പാണ് പാർട്ട്ണറാക്കണം. അവനൊരു ചെറിയൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ അല്ല, ഒരു ചെറിയൊരു ഷെയർ, അതായത് അവരോട് പറയാം, സാർ ഇന്ന ബിസിനസ് കഴിയുമ്പോൾ ഇന്ന സമയത്ത് കിട്ടുന്ന ഒരു ചെറിയൊരു ഭാഗം അത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രീമിയർ കസ്റ്റമർ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്നുകിൽ നിങ്ങൾക്ക് ഒരു ചാരിറ്റി ആയിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് നിങ്ങളെ ചേർത്ത് വെക്കുന്നതിനാണ്. അതാണ് പാർട്ട്ണറാക്കുക എന്നുള്ളത്. അത് വലിയൊരു എമൗണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു പ്രോഫിറ്റ് ഷെയർ കൊടുക്കാനല്ല ഞാൻ പറയുന്നത്. അവന് അതിൻ്റെ ഒരു സ്വന്തമാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവനോട് ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അവനെ വിളിച്ച് പറയുന്നു, ഒരു പുതിയ പ്രൊഡക്റ്റ് സർവീസോ ലോഞ്ച് ചെയ്യുമ്പോൾ അതറിയിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു പാർട്ട്ണറായി മാറുക. ഈ സ്റ്റേജുകളിലൂടെ നിങ്ങളുടെ കസ്റ്റമർ കടന്നു പോകുന്നുണ്ടോ? ഒരു ഫസ്റ്റ് ടൈം കസ്റ്റമർ വരുമ്പോൾ തീർന്നു. ഇതല്ലേ നമ്മുടെ ഒരു രീതി? നിങ്ങളോടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ജേണിയിലൂടെ നിങ്ങളുടെ ബിസിനസ് കടന്നു പോകുന്നുണ്ടോ? ഫസ്റ്റ് ടൈം കസ്റ്റമർ അത് റിപ്പീറ്റഡായി വരുന്നുണ്ടോ? അത് ക്ലയൻ്റായിട്ട് മാറുന്നുണ്ടോ? ആ ക്ലയൻറ്റ് ഒരു അഡ്വക്കേറ്റായി മാറുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അവനെ നമ്മളൊരു മെമ്പർഷിപ്പ് കൊടുത്തിട്ട്, ഗോൾഡ് കാർഡൊക്കെ പല ടൈപ്പുണ്ട്, ആ മെമ്പറാക്കിയിട്ടുണ്ട്, മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടോ? പിന്നെ അവനൊരു പാർട്ട്ണറാക്കിയിട്ടുണ്ടോ? പാർട്ട്ണർ നമ്മൾ എന്ത് കാര്യം, പുതിയ ബ്രാഞ്ചോ പുതിയ പ്രൊഡക്റ്റോ പുതിയ സർവീസൊക്കെ ആ കസ്റ്റമറോട് കൂടി ഡിസ്കസ് ചെയ്യുക. എത്ര പേരുണ്ട് അങ്ങനെ? ഇത് നടക്കാത്തൊരു കാര്യമാണോ? ഈ ഒരു ജേണി ഒന്ന് നിങ്ങൾ നോക്കൂ. ഈ ജേണിയിലൂടെ കടന്നു പോകുന്നുണ്ടോ? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റമർ ലൈഫ് ജേണി. താങ്ക് യു.